എമ്പുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഡിജിപി ആർ ശ്രീലേഖ ഐപിഎസ്. ചിത്രം സമൂഹത്തിന് മോശം സന്ദേശമാണ് നൽകുന്നത്. ചിത്രത്തിൽ ഉടനീളം വയലൻസും കൊലപാതകങ്ങളുമാണുള്ളത്. അതിനാൽ കുട്ടികൾ ഈ സിനിമ കാണരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുദ്ദേശത്തിലാണ് തന്റെ പേരക്കുട്ടിയെ ഈ സിനിമ കാണാൻ കൊണ്ടുപോയതെന്ന് മനസ്സിലാകുന്നില്ല. ബി.ജെ.പി കേരളത്തിൽ വന്നാൽ വലിയ നാശം സംഭവിക്കുമെന്നും ആയുധ ഇടപാടുകളും സ്വർണ്ണക്കടത്തും കൊലയും ചെയ്യുന്ന അധോലോക നായകന് മാത്രമേ കേരളത്തിലെ രക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് സിനിമ പറയുന്നതെന്ന് ശ്രീലേഖ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്ന തലക്കെട്ടോടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ശ്രീലേഖയുടെ പ്രതികരണം. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പോടെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു എമ്പുരാൻ. താൻ ആ ചിത്രം കാണേണ്ട എന്ന് കരുതിയതാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലൂടെ ഇറങ്ങിപ്പോയാലോ എന്ന് പലവട്ടം തോന്നുകയും ചെയ്തു. മാർക്കോ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ പലരും പ്രതിഷേധിച്ച് ആ സിനിമയിലെ വയലൻസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു. എന്നാൽ അത്രത്തോളം വയലൻസ് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. എന്നിട്ടും ഇതിനെക്കുറിച്ച് ആരും കാര്യമായിട്ട് പറയുന്നത് കേട്ടില്ല എന്ന് ശ്രീലേഖ പറഞ്ഞു. കുറച്ചു നാളുകളായി സിനിമയിൽ നായകന്മാർ വലിയ വില്ലന്മാരും കൊലയാളികളും അധോലോക നായകന്മാരുമായി അതിനെ മത്സരിക്കുന്ന രീതിയിൽ സിനിമ എടുക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. മലയാള സിനിമ തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നടന്മാരിൽ ഒരാളായിരുന്നു മോഹൻലാൽ ആയിരുന്നു എന്ന് പറയാൻ കാരണം എമ്പുരാൻ മാത്രമല്ല, അതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകളും തനിക്ക് വലിയ നിരാശ സമ്മാനിച്ചുവെന്നും ശ്രീലേഖ പറയുന്നു. എമ്പുരാന്റെ റീ എഡിറ്റ് നടക്കുന്നതിന് മുമ്പാണ് താൻ സിനിമ കണ്ടത്. കൈയും കാലും വെട്ടുന്നത്, തീയിൽ വെന്ത് മരിക്കുന്നത്, ആളുകൾ ബോംബ് പൊട്ടി ഛിന്നഭിന്നമായി മാറുന്നത്, ഗർഭിണികൾ റേപ്പ് ചെയ്യുന്നു, കുട്ടികൾ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, എടുത്തെറിയുന്നു, അങ്ങനെ വളരെ വലിയ വയലൻസ് ഉള്ള ഒരു സിനിമയാണിത്.